ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇളയച്ചൻ വന്ന് കയറിയപ്പോഴത്തേക്ക് ശ്രുതി മോളെ ദേ ഇളയച്ചൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രൻ നീട്ടി അങ്ങ് വിളിച്ചു. അപ്പോൾ ഇയാളെന്താ ഇവിടെ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയും രേവതിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ദേ നമ്മുടെ ശ്രുതിയും കൂടെ ഓടി വന്ന് മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ദേ ഇളയച്ചൻ. അപ്പോൾ ഇളയച്ചാന്ന് പറഞ്ഞ് ഓടി വന്ന് ശ്രുതി കയ്യിൽ കയറി പിടിച്ചു. എന്താടാ അല്ല ബ്രേസ്ലെറ്റ്? ഇത് റൂട്ട് വേറെ മാറി നിൽക്കടാ എന്നും പറഞ്ഞ് നമ്മുടെ വീരാനിക്ക ശ്രുതിയെ മാറ്റി നിർത്തിയിട്ട് മോളെ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ചെന്ന് ശ്രുതിയെ കെട്ടിപ്പിടിക്കാൻ നോക്കുക. വേണ്ട ഇളയച്ചൻ എന്നോട് മിണ്ടണ്ട. ഇവിടെ എല്ലാവരും എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുക. ഇളയച്ചനും അച്ഛനും ഒക്കെ പറ്റിച്ചു. അച്ഛനാണെങ്കിൽ ഫംഗ്ഷന് വരാമെന്നും പറഞ്ഞ് എന്നെ പറ്റിച്ചു. ഇവിടെ എല്ലാവരും എന്നോട് അച്ഛൻ എവിടെ എന്ന് ചോദിക്കുക. ഞാനാണെങ്കിൽ എങ്ങനെയാണ് മറുപടി പറയുന്നത്? ഞാൻ എന്താ ഇവരോട് പറയേണ്ടത്? നിങ്ങൾ എന്തിനാ എന്നെ പറ്റിച്ചത് എന്നൊക്കെ ചോദിച്ച് ഭയങ്കര ഡയലോഗ്. അച്ഛനെ വിളിച്ചിട്ടാണെങ്കിലും കിട്ടാത്തത് കൊണ്ട് ഞാൻ ഇളയച്ചനെ വിളിച്ചിട്ട് ഇളയച്ചനാണെങ്കിൽ ഫോണും എടുത്തില്ല എന്നൊക്കെ പറഞ്ഞു. ശ്രുതിമോളെ അതൊക്കെ വിട്ടുകളാ, നിങ്ങളിരിക്കുക വാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രവിയേട്ടൻ നേരത്തേക്കും പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇളയച്ച ഇരിക്കും ഇളയച്ചാന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ പറയുമ്പോൾ ഇരിക്കാം. അതിനു മുൻപ് ഈ വാതിലും ജനലൊക്കെ അടയ്ക്കണമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇളയച്ചൻ ഇങ്ങനെയൊക്കെ കാണിക്കുക. അപ്പോഴേക്കും എല്ലാവരും അന്തം വിട്ട് നോക്കും, ഇയാൾ എന്തേ കാണിക്കുന്നത്? അപ്പോൾ സച്ചി രേവതി അങ്ങോട്ടേക്ക് വന്നു. അയ്യോ എന്ത് പറ്റി എന്ത് കാര്യം എന്ത് പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് ശ്രുതിയൊക്കെ ഇടയ്ക്ക് അരിച്ചെന്ന് ചോദിക്കാം. ആ സമയത്ത് ഇളയച്ചൻ ഒരുമാതിരി പ്രാന്തം കാണിക്കുന്ന പോലെയൊക്കെ നിന്ന് കാണിക്കുക കേട്ടോ. അയ്യോ കയ്യിൽ നിന്ന് പോയോ എന്ന് ഓർത്തോണ്ട് നമ്മുടെ ശ്രുതി പേടിച്ച് വിറച്ച് നിൽക്കുക. അപ്പോൾ എന്താ പറ്റി, എന്തിനാ ഈ വാതിലൊക്കെ അടയ്ക്കുന്നേ എന്ന് രവിയേട്ടൻ ചോദിച്ചു. ആ സമയത്ത് പറയാം, ഞാനെല്ലാം പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഇയാളിങ്ങനെ കാണിക്കാം. പുറത്ത് ഇടിയും മഴയൊന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാ അതൊക്കെ അടയ്ക്കുന്നത് എന്ന് സച്ചി ചോദിച്ചു. ആ സമയത്ത് ഇത് തമാശ പറയാനുള്ള നേരല്ല സച്ചി എന്ന് സച്ചിയോട് ബീരാനിക്ക. ഞാനിപ്പോൾ പറഞ്ഞത് തമാശയാണോ എന്ന് ചോദിച്ചപ്പോൾ വിടായിരിക്കടാ, എന്തോ വലിയ ടെൻഷനില്ല ഇളയച്ചനുള്ളത് എന്ന് പറഞ്ഞ് ശ്രുതി. അപ്പോൾ എന്താ ഇളയച്ച, എന്താ കാര്യം ഇളയച്ചാന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പേടിച്ച് വേർച്ചിങ്ങനെ അവിടെ നിൽക്കുവാണ്. അപ്പോൾ എന്താ പ്രശ്നമെന്ന് പറ. അയ്യോ എൻ്റെ പൊന്നെ, എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന സെലിബ്രിറ്റിയെ വളഞ്ഞ മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നത് പോലെ നിങ്ങളിങ്ങനെ കൂട്ടത്തോടെ ചോദിക്കാതെ ഞാനെല്ലാം പറയാം എന്ന് പറഞ്ഞ് നമ്മുടെ ഇളയച്ചൻ പറഞ്ഞു. എങ്കിലൊന്ന് പറയൂ എന്ന് സച്ചി. അപ്പോൾ രുക്മിണി അടപ്പുള്ള ഒരു പാത്രം എടുത്തോണ്ട് വരാൻ പറഞ്ഞു. പെട്ടെന്ന് ഞാൻ രുക്മിണി ഒന്നുമല്ല രേവതിയാ, ആരെങ്കിലും ആവട്ടെ, ഇവിടെ പാത്രത്തിനാണ് ഇമ്പോർട്ടൻസ്, പോയി പാത്രം എടുത്തോണ്ട് വരാൻ പറഞ്ഞു ബീരാനിക്ക. അപ്പോൾ എന്നും പറഞ്ഞ് രേവതിയെ പറഞ്ഞു വിട്ടു. അപ്പം എന്തിനാ അടുപ്പുള്ള പാത്രം ഒന്ന് സച്ചി ചോദിച്ചു. ഭക്ഷണം പാഴ്സലും ഉണ്ടാകാനാണ് ചോദിച്ചപ്പോൾ വീണ്ടും ചോദ്യം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇളയച്ച നിൽക്കുന്നു. എന്നിട്ട് ചാടി സോഫയിലൊക്കെ കയറി ഇതിലൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ കാണിക്കുക. എന്നിട്ട് കർട്ടനൊക്കെ മറിച്ചിടുന്നു. അപ്പോൾ ആരും കാണാൻ പാടില്ല എന്നും പറഞ്ഞു. അപ്പോൾ എന്താ നിങ്ങൾക്ക് പറ്റി, എന്താ കാര്യം എന്ന് ചോദിച്ച് രവിയേട്ടനൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം അടച്ച് പൂട്ടി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതി പാത്രമായിട്ട് വന്നു. പാത്രമൊക്കെ തട്ടിപ്പറിച്ച് മേടിച്ച് അതിൻ്റെ അടപ്പൊക്കെ തുറന്നെടുത്ത് ഇങ്ങനെ നിൽക്കുക. ഇനി നിങ്ങളുടെ എല്ലാവരുടെയും മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി ഈ പാത്രത്തിലിട്, വേഗം ഇടെന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചന്ദ്രമതി ചോദിച്ചപ്പോൾ പുഴുങ്ങി തിന്നാനാണെന്ന് ചോദിച്ചു സച്ചി. സിറ്റുവേഷൻ ഇതായതുകൊണ്ട് ഞാൻ കൗണ്ടറൊന്നും പറയുന്നില്ല എന്ന് നമ്മുടെ ഇളയച്ചൻ. അപ്പോൾ എന്ത് പ്രശ്നം, എനിക്ക് ആകെ ടെൻഷനാവുന്നു പറയാൻ പറയും. അയ്യോ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാത്ത ചന്ദ്രമതി അമ്മ, എനിക്ക് ടെൻഷൻ ആവുന്നു, എല്ലാവരും മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി ഇതിലിട് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെ കൊണ്ടും ആ പാത്രത്തിലേക്ക് ഇളയച്ചൻ ഫോൺ ഇടിയിച്ചിട്ട് ഒരു പില്ലോ എടുത്ത് അത് മൂടിയും വെക്കാം. അപ്പോൾ എന്താ ഇദ്ദേഹം കാണിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയൊക്കെ അവിടെ നിൽക്കും. അപ്പോൾ എന്താ ഇളയച്ചാന്ന് ചോദിച്ചുകൊണ്ട് ശ്രുതിയൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഓക്കെ, ഓപ്പറേഷൻ സക്സസ്, ഇനി എല്ലാവരും ഇരിക്കുക, ടേക്ക് യുവർ സീറ്റ്. അപ്പോൾ എന്തോ വലിയ പ്രശ്നമുണ്ട്, ചന്ദ്ര ഇരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രവിയേട്ടൻ പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇരുത്തുന്നു. പിന്നെ ആണെങ്കിൽ നമ്മുടെ രേവതിയും അതുപോലെ സച്ചിയും ഒക്കെ വന്നിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ശ്രുതിയോട് ഇരിക്കാൻ വെളയച്ചനൊന്ന് നീങ്ങിയിരിക്കാവുന്ന ശ്രുതി ചോദിച്ചു. അങ്ങനെ ശ്രുതി മാത്രം അവിടെ നിൽക്കുക, ബാക്കി എല്ലാവരും ഇരുന്നു. ആ സമയത്ത് ഇവരെല്ലാവരും പേടിച്ച് വിറച്ചിരിക്കുകയല്ലേ, എന്ത് ഇയാൾ പറയാൻ പോകുന്നതെന്ന് ആലോചിച്ച. ആ സമയത്ത് ഇയാളാണെങ്കിൽ ഓവറാക്കി കുളമാക്കുമെന്ന് ശ്രുതി മനസ്സിലിങ്ങനെ ചിന്തിക്കാം. അപ്പോൾ എന്താ പ്രശ്നമെന്ന് ചന്ദ്രമതി ചോദിച്ചു. ഞാൻ പറയാം. അപ്പോൾ താലി പിരിച്ചു കോർക്കൽ ചടങ്ങിന് ഇവരുടെ അച്ഛൻ വരും, ഫ്ലൈറ്റിൽ കയറിയെന്നൊക്കെ പറഞ്ഞായിരുന്നേ. പക്ഷെ ഇതുവരെ അദ്ദേഹം ഇവിടെ എത്തിയിട്ടില്ല. ഇവളോട് ചോദിക്കുമ്പോൾ ബബ്ബ വേറൊന്നും പറയുന്നില്ല. എന്താ ഇതിലെ കഥയെന്ന് ഞങ്ങൾക്ക് അറിയണമെന്ന് പറഞ്ഞു. എന്താ പറ്റിയതെന്ന് വെച്ചാൽ ഒന്ന് പറ, ഇവരുടെ അച്ഛൻ എന്താ വരാതിരുന്നേ എന്നൊക്കെ ഇങ്ങനെ ഈ ചന്ദ്രമതി നിർബന്ധിച്ച് ചോദിക്കുമ്പോഴേക്കും ഒരൊറ്റ കരച്ചിൽ ഇളയച്ചൻ അവിടെ ഇരുന്നു. ഇളയച്ചൻ്റെ കരച്ചിൽ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരെല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നോക്കുക. സച്ചേട്ടി ഇതെന്തിനീ ഇളയച്ചൻ കരയുന്നതെന്ന് രേവതിയും ചോദിച്ചു. അപ്പോൾ അങ്ങനെ കരയുമ്പോൾ എന്നാന്നേ കാര്യമെന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഇവരെല്ലാവരും ഇരിക്കുക. അപ്പോഴേക്കും എന്തോ വലിയ പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് രവിയേട്ടന്. അപ്പോഴേക്കും കരഞ്ഞ് ചേട്ടൻ കാര്യങ്ങളെല്ലാം ഏകദേശ പാതാളക്കുഴി വരെ കൊണ്ട് എത്തിച്ചു. ശ്രുതിയാണെങ്കിൽ പേടിച്ച് വരച്ചിങ്ങനെ നിൽക്കുക. ആ സമയത്ത് എന്തിനാളിങ്ങനെ കരയുന്നേ എന്ന് സച്ചി ചോദിക്കും. അപ്പോൾ എന്തിനാ ഇങ്ങനെ കരയുന്നേ
എന്തിനാ ഇദ്ദേഹം ഇങ്ങനെ കരയുന്നതെന്ന് സച്ചി ചോദിക്കാം. പാർലറെടുത്തിട്ട് അച്ഛൻ മരിച്ചു പോയോ എന്ന് സച്ചി രേവതിയോട് ചോദിക്കാൻ. ചുമ്മാ ഇരിക്കും സച്ചേട്ടാന്ന് പറഞ്ഞോണ്ട് രേവതി. അപ്പോൾ എന്തിനാ കരയുന്നതെന്ന് രവിയേട്ടനും ചോദിച്ചു. അപ്പോൾ എന്ത് പറ്റി ഇളയച്ചാ എന്നും ചോദിച്ചുകൊണ്ട് ശ്രുതി. അപ്പോഴേക്കും ഞാനെൻ്റെ വാ കൊണ്ട് അതെങ്ങനെ പറയും, അപ്പോൾ വരുമ്പോൾ വേറൊരു വാടകയ്ക്ക് എടുത്തോണ്ട് വരത്തില്ലായിരുന്നു എന്ന് ചോദിച്ചു നമ്മുടെ സച്ചി. എടാ അത് കരയുന്നത് കണ്ടില്ല, അതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ ഒരു നിങ്ങൾ പറ എന്താ കാര്യം. അപ്പോൾ പിന്നെ ശ്രുതി നിന്റെ അച്ഛൻ എന്തു പറ്റിയെന്ന് നിനക്കറിയാമെന്ന് ചോദിച്ചു. അപ്പോഴേക്കും അയ്യോ എനിക്ക് പേടിയാകുന്നു, എൻ്റെ അച്ഛൻ എന്താ പറ്റിയേ എന്ന് ചോദിച്ചിട്ട് ശ്രുതി അതിനേക്കാളും വലിയ അഭിനയം. അപ്പോൾ വിശ്വാസവഞ്ചന കാണിച്ചു മോളെ, വിശ്വാസവഞ്ചന കാണിച്ചു എന്ന് പറയുമ്പോൾ വിശ്വാസവഞ്ചനയോ? ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. നിന്റെ അച്ഛൻ്റെ പാർട്ട്നേഴ്സൊക്കെ ചേർന്ന് അദ്ദേഹത്തെ ചതിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോഴേക്കും അയ്യോ എന്നും പറഞ്ഞ് എല്ലാവരും വായും പൊത്തിപ്പിടിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. അയ്യോ അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി. ഇപ്പം നിന്റെ അച്ഛൻ മലേഷ്യയിലെ ജയിലിലാണ് ഉള്ളതെന്നുള്ള കാര്യം പറയുമ്പോഴത്തേക്കും അയ്യോ ശ്രുതിയുടെ അഭിനയം കാണുന്ന ഒരു ഒന്നൊന്നര അഭിനയമാണ്. അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയും അതുപോലെ നമ്മുടെ രവിയേട്ടനും ഇവരെല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നോക്കിയിരിക്കുക. രേവതിയും സച്ചിയും ഒക്കെ അതുപോലെ തന്നെയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ശ്രുതി അയ്യോ ജയിലിലോ എന്ന് ചോദിച്ചു ഭയങ്കര കരച്ചില്. എന്താ അഭിനയം, ജയിലിലോ, അയ്യോ എന്തൊക്കെ കേൾക്കുന്നേ എന്ന് ചോദിച്ചോണ്ട് നമ്മൾ ചന്ദ്ര അന്നേരം ചോദിക്കാം. ആ സമയത്ത് അയ്യോ എളിയച്ച എന്തൊക്കെ പറയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ശ്രുതി ഭയങ്കര കരച്ചില്ല. അപ്പോൾ പറഞ്ഞു വിട്ടത് കറക്റ്റായിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത് നമ്മുടെ ഇളയച്ചൻ പറയുമ്പോൾ പറഞ്ഞു വിട്ടതോ? അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുക. എന്താ പറഞ്ഞേ എന്ന് രേവതി ചോദിച്ചു. പറഞ്ഞു വിട്ടതോ? കറക്റ്റായിട്ട് പറയുന്നോ എന്താന്ന് ചോദിച്ചു. ആ സമയത്ത് അതെ ശ്രുതിയുടെ അച്ഛൻ പറഞ്ഞു വിട്ടതാണ് ഞാൻ പറയുന്നത്. നമ്മുടെ അദ്ദേഹം തലയുരി. അദ്ദേഹത്തിനെ ഞാൻ ജയിലിൽ പോയി കണ്ടിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ സച്ചിക്ക് മനസ്സിലായി ഇതൊക്കെ നോണയാണെന്ന്. ആ സമയത്ത് ചന്ദ്രമതിക്ക് ആകെ ടെൻഷനായി. അല്ല ഈ പെട്ടെന്ന് വന്ന് എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ, എന്തിനാ അദ്ദേഹത്തിന് ജയിലിലടച്ചേ എന്ന് രവിയേട്ടൻ ചോദിച്ചു. അപ്പോൾ ശ്രുതിയുടെ അച്ഛൻ പാർട്ട്ണർമാരെയൊക്കെ അത്രയ്ക്ക് വിശ്വസിക്കുന്ന ആളാണെന്നും അതുപോലെ എല്ലാവരും ചേർന്ന് പണം തിരിമറി നടത്തി വൻ കമ്പനികൾക്ക് കൊടുക്കാനുള്ള കാശൊന്നും കൊടുത്തില്ല, പിന്നെ ശ്രുതിയുടെ അച്ഛനെ തെറ്റിദ്ധരിപ്പിച്ച് ചതിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹവും നല്ല ഡയലോഗുകൾ ഇറക്കി വിടുകയാണ്. അപ്പോൾ ഒടുവിൽ എല്ലാ കുറ്റവും ശ്രുതിയുടെ അച്ഛൻ്റെ തലയിലിട്ട് അവരെല്ലാവരും രക്ഷപ്പെട്ടു എന്നും പറഞ്ഞു. അപ്പോഴത്തേക്കും അയ്യോ അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഭയങ്കര കരച്ചില്ല. അയ്യോ അച്ഛ എന്നൊക്കെ പറഞ്ഞ് എന്താ അഭിനയം. സച്ചിക്ക് ഇതൊക്കെ കണ്ടിട്ടാണെങ്കിൽ കള്ളമെന്ന് മനസ്സിലാവുന്നുണ്ട്. സച്ചി ഇങ്ങനെ എന്നും പറഞ്ഞ് അടിപൊളി നോക്കിയിരിക്കുക കേട്ടോ. അപ്പോൾ പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും അയ്യോ അയ്യോ ഇനി ഞാൻ എന്ത് ചെയ്യുമെന്നും ചോദിച്ചുകൊണ്ട് ആ ശ്രുതി കരയണം. ഞാനിനി എന്ത് ചെയ്യും, പാവം എൻ്റെ അച്ഛൻ, അയ്യോ അയ്യോ എന്നും പറഞ്ഞ് ഭയങ്കര കരച്ചില്ല. അപ്പോഴേക്കും ശ്രുതി എഴുന്നേറ്റ് നിന്ന് ശ്രുതി നീ വിഷമിക്കാതെ ശ്രുതി, അച്ഛൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, അദ്ദേഹത്തിന് ഉടനെ പുറത്തിറങ്ങാൻ പറ്റും, കരയാതിരിക്കുന്നു പറഞ്ഞുകൊണ്ട് ശ്രുതി സമാധാനിപ്പിക്കുക ശ്രുതിയെ. ആ സമയത്ത് രവിയേട്ടൻ അല്ല അതുകൊണ്ടാണോ അദ്ദേഹത്തിന് ഫംഗ്ഷന് പറ്റാതിരുന്നെന്ന് ചോദിച്ചപ്പം അതെ എന്ന് നമ്മുടെ ഇളയച്ചൻ പറഞ്ഞു. കരയാതിരിക്കുന്നു പറഞ്ഞുകൊണ്ട് ശ്രുതിയെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കാം. അദ്ദേഹം ഇവിടേക്ക് വരാനായി എയർപോർട്ടിൽ ഇങ്ങനെ വന്നിരുന്നു എന്നും അപ്പോൾ ഫ്ലൈറ്റിൽ കയറി സീറ്റ് ബെൽറ്റ് ഇട്ടതുമാണെന്ന കാര്യങ്ങളും പറയുക. അപ്പോഴാണ് അവിടുത്തെ പോലീസ് 4 ഭാഗത്തു നിന്നും ഇംഗ്ലീഷ് സിനിമയിൽ കാണുന്നത് പോലെ ചീറിപ്പാഞ്ഞടുത്ത് വന്ന് അദ്ദേഹത്തിനെ ഫ്ലൈറ്റ് വളഞ്ഞു കൊണ്ടുപോയതെന്ന കാര്യമൊക്കെ പറയാം. അപ്പോഴേക്ക് ഇയാൾ പറഞ്ഞ് കാട് കയറി അങ്ങ് പോകുക കേട്ടോ. അങ്ങനെ അറസ്റ്റ് ചെയ്തു അപ്പോൾ ഏട്ടാ എന്നൊക്കെ പറഞ്ഞിരുന്നു ചേട്ടൻ നാടകം കളിച്ചിരുന്ന് കരയുക. അപ്പോൾ ഈ പറയുന്നതൊക്കെ സത്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് നമ്മുടെ സച്ചി. അപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ സച്ചിയെ നോക്കുക. കള്ളക്കഥ ഉണ്ടാക്കി പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നതെന്ന് നമ്മുടെ സച്ചി പറയുമ്പോൾ ശ്രുതി അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കുക. അപ്പം മിണ്ടായിരിക്കടാ അവിടെ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതിക്ക് പിന്നെ വിശ്വാസമാണ്. ചന്ദ്രമതി മിണ്ടായിരിക്കടാ അവിടെ എന്ന്. ആ സമയത്ത് ഞാൻ എന്തിനാ ഇവിടെ വന്ന് കള്ളക്കഥ പറയുന്നതെന്നൊക്കെ ചോദിച്ചോണ്ട് ഇളയച്ചൻ. അപ്പോൾ അദ്ദേഹം കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ അല്ലേ എന്ന് ചന്ദ്രമതി ചോദിച്ചപ്പോൾ ഇല്ല, അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല, തങ്കമല്ലേ, തങ്കം പോലൊരു മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞാണ് ഡയലോഗുകൾ. അദ്ദേഹം ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്നും പിന്നെ കുറ്റം ചെയ്തത് പാർട്ട്ണർമാരാണെന്നും ആടിനെ വെട്ടുന്നത് പോലെ വെട്ടിക്കൂട്ടി തൂക്കി കൊടുക്കും ഞാനെന്നും പറഞ്ഞുകൊണ്ടെങ്കിൽ ഇളയച്ചൻ പറയുമ്പോൾ ഈ ആടവിടെ പോയെന്ന് ഞാൻ ആലോചിക്കായിരുന്നു നമ്മുടെ സച്ചി അന്നേരം പറഞ്ഞു. നേരത്തെ ഇങ്ങനെ നോക്കുക ഇദ്ദേഹം. ഇപ്പോൾ എന്തായാലും വന്നു എന്നും സച്ചി പറഞ്ഞു. അപ്പം നിന്റെ ഏട്ടൻ്റെ ഭാര്യയുടെ അച്ഛനാണ് ജയിലിൽ കിടക്കുന്നത്, നിനക്കതിൽ ഒരു വിഷമവും ഇല്ലടേ എന്നൊക്കെ നമ്മുടെ സച്ചിയോട് അദ്ദേഹം ഇങ്ങനെ ചോദിച്ചു.
സച്ചി ഒരു കൂസലില്ലാതിരിക്കാം. അപ്പോൾ അദ്ദേഹത്തിനെ പുറത്തിറക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇരിക്കുമ്പം ഇത്രയും വലിയ കോടീശ്വരന് എളുപ്പത്തിൽ പുറത്തിറങ്ങാൻ പറ്റില്ലേ എന്ന് ചന്ദ്രമതി, കാശ് എറിഞ്ഞാൽ പെട്ടെന്ന് ഇറങ്ങാൻ പറ്റൂലേ എന്ന് ചോദിക്കുമ്പം പറ്റില്ല ചന്ദ്രമതി അമ്മയെ, പറ്റില്ല, അവിടുത്തെ നിയമങ്ങളൊക്കെ അങ്ങനെയാണെന്നും ഇതുപോലുള്ള തെറ്റുകൾക്ക് കഠിനമായ ശിക്ഷയാണ് നൽകുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രുതി നിന്ന് ഭയങ്കര കരച്ചിൽ, എൻ്റെ അച്ഛൻ എന്നും പറഞ്ഞു. അപ്പോഴേക്കും ഇളയത്തിന് ഇത് കണ്ട് അന്തം വിട്ട് നിൽക്കും, ഇവളുടെ ഒരു അഭിനയമേ എന്നും പറഞ്ഞു. ആ സമയത്ത് സച്ചിയെയും രേവതിയെയും ശ്രുതി ഇടയ്ക്ക് ടോട്ടക്കണ്ണിട്ട് നോക്കുന്നുണ്ട്, ഇനി അവരുടെ ഭാവം എന്താണെന്ന് അറിയാൻ. ആ സമയത്ത് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന നമ്മുടെ ശ്രുതിയെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ടും ബാങ്ക് റെക്കോർഡ്സും ഒക്കെ മരവിപ്പിച്ചിരിക്കുകയാണെന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. പിന്നെ എല്ലാ സ്ഥാപനങ്ങളും പൂട്ടി സീൽ വെച്ചു എന്നുള്ള കാര്യവും പറഞ്ഞു. ബിസിനസ് ഒന്നും ഇപ്പം നടക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അയ്യോ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇരിക്കുക. അയ്യോ, അപ്പോൾ അദ്ദേഹത്തിന് സ്വത്ത് വകകളൊക്കെ നഷ്ടപ്പെട്ടു എന്ന് ചന്ദ്രമതി ചോദിച്ചു. ആ സമയത്ത് അദ്ദേഹം ഇങ്ങനെ തിരുമിക്കൊണ്ടിരിക്കുക. അപ്പോൾ അദ്ദേഹം പാപ്പരായല്ലേ എന്ന് ചന്ദ്രമതി ചോദിക്കും. ശ്രുതി ഇങ്ങനെ നോക്കുക, ദൈവം ഇവരെന്നെ ഈ പറയുന്നേ. അപ്പോൾ പാപ്പരായിട്ടൊന്നും ഇല്ല ചന്ദ്രമതി അമ്മേ, കുറച്ച് കാലത്തേക്ക് അതൊക്കെ മരവിപ്പിച്ചിരിക്കുകയാണെന്ന കാര്യം ഇങ്ങനെ പറയണം. പിന്നെ നിരപരാധിത്വം തെളിയിച്ച് പുറത്തിറങ്ങിയാൽ അതൊക്കെ തിരിച്ചു കിട്ടുന്നതേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇയാൾ പറയണു. അപ്പോഴും സച്ചിൻ രേവതി ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാം തിരിച്ചു കിട്ടും, നീ കരയാതെ ഇങ്ങനെ, അച്ഛൻ പുറത്ത് ഇറങ്ങും, കരയാതെ അച്ഛനൊന്നും വരില്ല എന്ന് പറഞ്ഞ ശ്രുതിയെ സമാധാനിപ്പിക്കുമ്പോൾ, കരയാതെ, നിന്റെ അച്ഛൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ പേടിക്കുന്നേ എന്നും ചോദിച്ചു ചന്ദ്രമതി. ഇത്രയും നാളും ഞാൻ എൻ്റെ അച്ഛനെ പിരിഞ്ഞിരുന്നു, ഇനി ജീവിതകാലം മുഴുവനും പിരിഞ്ഞിരിക്കേണ്ടി വരുമെന്നുള്ള പേടി എനിക്കെന്ന് പറഞ്ഞ ശ്രുതി കരയുമ്പോൾ, അങ്ങനെയൊന്നും വരില്ല എന്ന് പറഞ്ഞു ശ്രുതി. പാവം, എന്തൊരു വിധിയായത് എന്ന് പറഞ്ഞ് കരഞ്ഞു. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് തന്നെ പുറത്ത് ഇറങ്ങും, ശ്രുതി നീ വിഷമിക്കാതെ എന്നും പറഞ്ഞു ചന്ദ്രമതി. നമ്മുടെ കമ്പനിയിലെ 10ഓളം ലോയേഴ്സ് നിന്റെ അച്ഛന് വേണ്ടി പോരാടുകയാണെന്നും, അപ്പോൾ ആ 10 പേരുടെ കൂടെ ഒരാളെയും കൂടെ കൂട്ടിക്കോ, അപ്പോൾ 11 പേരാകും, ക്രിക്കറ്റ് കളിക്കാമെന്ന് സച്ചി. അപ്പോൾ സച്ചി മിണ്ടാതിരിക്കടാന്ന് പറഞ്ഞു. അത് തെറ്റെന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ പോരാടുന്നത്, പെട്ടെന്ന് പുറത്തിറക്കാൻ പറ്റത്തില്ലേ എന്ന് സച്ചി ചോദിച്ചു. അപ്പോഴത്തേക്കും നിയമത്തിൻ്റെ വഴിക്ക് പോവില്ലേ എന്ന് ചോദിച്ച്, അപ്പോൾ നിയമപരമായി പോരാടിയിട്ട് വേണം രക്ഷപ്പെടുത്താനെന്നും നമ്മുടെ ഇളയച്ചൻ പറഞ്ഞു. തെറ്റ് ചെയ്തില്ലയോ എന്നുള്ളത് വേറെ കാര്യം, അദ്ദേഹത്തെ പുറത്തിറക്കാൻ കുറച്ച് സമയം എടുക്കുമെന്നുള്ള കാര്യവും നമ്മുടെ ബീരാനിക്ക പറയൂ കേട്ടോ. അപ്പോൾ ശ്രുതി മോളെ നീ കരയാതിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ഇളയച്ചനല്ലേ കൂടെയുള്ളത്, എല്ലാം ഞാൻ നോക്കിക്കൊള്ളാമെന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും ആ കൈ ഇങ്ങനെ പിടിച്ചോണ്ട് അങ്ങ് ഇരിക്കുക, ആടിനെ വെട്ടിക്കൂട്ടി കൊടുക്കുമെന്നുള്ളൊരിതിൽ. ആ സമയത്ത് ശ്രുതി നീ ധൈര്യമായിട്ടിരിക്കുക, ഇളയച്ചനുണ്ട് നിന്റെ കൂടെ, ധൈര്യമായിട്ടിരിക്കുമെന്നും പറഞ്ഞ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ശ്രുതിയും ഭയങ്കര കരച്ചിൽ. ശ്രുതി നിന്റെ അങ്കിൾ അവിടെ കിടന്ന് കഷ്ടപ്പെടുകയല്ലേ, ഇനി എന്താ അവിടെ ചെന്ന് കൂട്ടുകിടക്കണം ജയിലിൽ, ഇനി അതാണോ വേണ്ടതെന്ന് സച്ചി. അല്ല കുഴപ്പമൊന്നുമില്ല, ഇവൻ ഇവിടുത്തെ ജയിലിൽ കിടക്കേണ്ടവനാ, ഇവിടെ കിടന്നില്ല, പകരം ഇവൻ അവിടെ കിടന്നാലും മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ജയിലിൽ പോടാ നിന്നെ കൊന്നിട്ട് എന്ന് ശ്രുതി പറയുമ്പോൾ, എന്താടാ, അല്ല 2 ജയിലാണെങ്കിലും കണക്കാന്ന് പറഞ്ഞതാണെന്ന് സച്ചിയോട് പറയുമ്പോൾ, നിങ്ങൾ ഇവരെ വായടുപ്പിക്കുന്നുണ്ടോ എന്ന് ചന്ദ്രമതി. എടാ സച്ചി, ശ്രുതി കരയുന്നത് കണ്ടില്ലേ, നീ ഒന്ന് മിണ്ടാതിരിക്കാൻ അച്ഛൻ പറയുമോ. അപ്പോൾ എല്ലാ വിഷയത്തിലും കയറി ഇങ്ങനെ തലയിടണ്ടെന്ന് പറയുമ്പോൾ ശരി അച്ഛാന്ന് പറഞ്ഞു സച്ചി അവിടെ നല്ല കുട്ടിയായിട്ട് ഇരിക്കുന്നു. എന്തായാലും ശ്രുതി മക്കളെ, നിങ്ങൾ 2 പേരും മലേഷ്യയിലേക്ക് പോയി എന്താ ഏതാന്നൊക്കെ നോക്കിയിട്ട് വരാനായിട്ട് ചന്ദ്രമതി പറയുന്നു. അപ്പോൾ ശരിയാ, 2 പേരും പോയി നോക്കിയിട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇളയച്ചൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് ശ്രുതി ഇങ്ങനെ നോക്കുക കേട്ടോ. അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ഇയാളിങ്ങനെ വായും പൊത്തി ഇങ്ങനെ ഇരിക്കുന്നു. ശ്രുതിയാണെങ്കിലും നിന്ന് ഭയങ്കര കരച്ചിൽ. അല്ല അങ്ങനെ പോയി ശരിയാവില്ല എന്ന് പറഞ്ഞു ഇളയച്ചൻ ആ വായി തന്നെ. എങ്ങനെ ശരിയാവില്ല, അദ്ദേഹത്തിന് ആര് പുറത്തിറക്കും, ഇവർ പോയില്ലെങ്കിൽ വക്കീലന്മാരുണ്ടല്ലോ അവിടെ, പിന്നെ ഇപ്പോൾ ഇവരവിടെ ചെന്നാലേ ഇവരെയും പിടിച്ച് ജയിലിൽ ഇടുമെന്നുള്ള കാര്യം നമ്മുടെ ചന്ദ്രമതിയോട് ഈ ഇളയച്ചൻ പറഞ്ഞു. ജയിലിലോ, അല്ല ഞങ്ങൾ എന്ത് ചെയ്തിട്ട് ഞങ്ങളെ പിടിച്ച് ജയിലിൽ ഇടുന്നതെന്ന് ശ്രുതി ചോദിക്കുമ്പോൾ, ശ്രുതി നീ പെട്ടെന്ന് തന്നെ പോടാന്ന് പറഞ്ഞു സച്ചി. നീ പോടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി അവിടെ നിൽക്കുക. ഈ സമയത്ത് കഥകളും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് ഇയാളാണെങ്കിൽ എല്ലാം ഏകദേശം എവിടെ അങ്ങോട്ടൊക്കെ കൊണ്ടുവന്ന് എത്തിച്ചു. ഈ സമയത്ത് ശ്രുതി പതുക്കെ ഇളയച്ചൻ്റെ അടുത്ത് ചെന്നിട്ട്, ഇളയച്ച ഞാൻ അങ്ങോട്ട് ചെന്ന് അവരെന്നെ അറസ്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചു. ചെയ്യും. അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ കരഞ്ഞ് ചുരിദാറൊക്കെ നനഞ്ഞു കരച്ചിൽ വീണിട്ടെ. ശ്രുതിയുടെ അച്ഛൻ്റെ സ്വത്തുക്കൾ മുഴുവൻ പിന്നെ നിനക്കല്ലേ, അതുകൊണ്ട് നിന്നെയും പിന്നെ അറസ്റ്റ് ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ പറയുക. അപ്പോൾ അത് കേട്ടപ്പോഴേക്കും ഭയങ്കര കരച്ചില്ല ശ്രുതി. അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി രേവതി ഇങ്ങനെ നോക്കിയിരിക്കും കേട്ടോ. പെട്ടെന്ന് തൽക്കാലം നേരത്തെ പറഞ്ഞ ആ 11 അഡ്വക്കേറ്റ്സ് ഇല്ലേ, കാര്യങ്ങളൊക്കെ അവർ നോക്കട്ടെ അല്ലേ, അല്ലെങ്കിൽ പിന്നെ പുറത്തിറങ്ങിയതിന് ശേഷം ഞാനും ശ്രുതിയും കൂടെ പോയി കണ്ടോളാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെപ്പോലും അവരെല്ലാവരും നോക്കുകയാണ്, ഞാൻ അവിടെ നിന്ന് ഒളിച്ചോടി വന്നതാണെന്നൊക്കെ ഇളയച്ചൻ പറയണം. ഞാൻ ഇന്ത്യയിലുള്ള ചില ക്ഷേത്രങ്ങളിലൊക്കെ പോയി ഏട്ടന് വേണ്ടി പ്രാർത്ഥിച്ചതിന് ശേഷം മടങ്ങി വീട്ടിലേക്ക് പോകുമെന്ന് ഇങ്ങനെ പറയുവാണ്.
അപ്പോൾ കുറച്ച് നാൾ ഞാനും മാറി നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. ഫോണിൽ സംസാരിച്ചാൽ ഞാൻ എവിടെയാണെന്ന് കണ്ടെത്തുമെന്നും അതുകൊണ്ടാണ് ഇതൊന്നും വിളിച്ചു പറയാതെ ഞാനിങ്ങ് നേരിട്ട് വന്നതെന്നുള്ള കാര്യങ്ങളും ഇളയച്ചൻ പറയുന്നു. അപ്പോഴേക്കും ശ്രുതി ഭയങ്കര കരച്ചിൽ. അപ്പം ശരിയെന്നാൽ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് പോകുമ്പോൾ ഇളയച്ചാന്ന് വിളിച്ചോണ്ടാണ് ശ്രുതി കരയുന്നത്. ശ്രുതി മോളെ, നിന്നെ തനിച്ചാക്കി പോകാൻ എനിക്കും മനസ്സില്ല, എന്നാലും ദേ പോയല്ലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇളയച്ച മോളെ കയറി കെട്ടി അങ്ങ് പിടിക്കുമ്പോഴത്തേക്കും മോളാണെ കാലേ കയറി ഒരു ഒറ്റ ചവിട്ട് എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ ഒറ്റ കാർച്ചി. ആ സമയത്ത് ഇളയച്ച എന്ത് പറ്റി ഇളയച്ചാന്ന് ചോദിച്ചു. അയ്യോ എന്ന് പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ ഇരിക്കുക. ആ സമയത്ത് അദ്ദേഹത്തിന് നല്ലത് കിട്ടി കേട്ടോ. ആ സമയത്ത് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോഴേക്കും അല്ല, ശ്രുതി മോളെ തനിച്ച് വിട്ടിട്ട് പോകുമ്പോൾ മനസ്സിന് നീർവ അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് അത് പുറത്തേക്ക് വന്നതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ ഇങ്ങനെ അവിടെ നിന്ന് പറയാം. അപ്പോൾ സച്ചി ഇങ്ങനെ നോക്കുക കേട്ടോ. ശ്രുതി മോളെ, നീ വിഷമിക്കാതെ മോളെ, അച്ഛൻ പുറത്തിറങ്ങിയ ഞാൻ നിന്നെ അറിയിക്കാം കേട്ടോ, ഇളയച്ചൻ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇളയച്ചൻ അവിടെ നിന്ന് അങ്ങ് പോവുക. എന്നിട്ട് ഇറങ്ങാൻ നേരത്തെ എല്ലാവരോടും കൂടി ഒരു കാര്യം പറയാം. എന്താ ഇളയച്ചാന്ന് ചോദിക്കുമ്പോൾ ഇന്റർപോളിൽ നിന്ന് ആരെങ്കിലും വന്ന് അന്വേഷിച്ച് എന്നെ അറിയിക്കരുത്, എനിക്ക് പിടികൊടുക്കാൻ വയ്യ, മാർക്കോ ഞാൻ എൻ്റെ ഉയരും കൊണ്ട് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇളയച്ചൻ അവിടെ നിന്ന് ജീവനും കൊണ്ട് ഇറങ്ങി ഓടുക. അപ്പോഴത്തേക്കും ഇവരെല്ലാവരും കൂടെ പിന്നാലെ ഓടുക കേട്ടോ. ഈ സമയത്താണെങ്കിൽ ചന്ദ്രമതി ഇങ്ങനെ ശ്രുതിയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. എന്തോന്ന് വെച്ചാൽ ഇത് എന്താ ശ്രുതി ചോദിച്ചു. ശ്രുതി ആണെങ്കിൽ അവിടെ നിന്ന് വിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ചന്ദ്രമതി ചെന്ന് സമാധാനിപ്പിക്കുക. ശ്രുതി നീയും കൂടി ഇങ്ങനെ കരയാതെ എന്ന് ശ്രുതി മോളെ നീ കരയാതെ എന്ന് രവിയേട്ടൻ നിന്റെ അച്ഛൻ ഉടനെ തന്നെ പുറത്തിറങ്ങുമല്ലോ എന്നും പറഞ്ഞത്. അപ്പോൾ ഇത്രയും നാൾ ഞാൻ അച്ഛനോട് പിണങ്ങിയിരുന്നു, മിണ്ടാതിരുന്നു. ഇപ്പോൾ കാണണം സംസാരിക്കണം എന്നൊക്കെ തോന്നുന്ന സമയത്ത് അതിന് സാധിക്കാതെ വരികയാണെന്നും പറഞ്ഞ് ശ്രുതി ഭയങ്കര കരച്ചിലും. എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ല അങ്കിളെ എന്നും പറഞ്ഞ് എന്തൊരു കരച്ചിലാണോ മതി. അപ്പോഴേക്കും നമ്മുടെ സച്ചി രേവതി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് സച്ചിക്ക് തോന്നുന്നുണ്ട്. നീ കരയാതെ വാ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയെ വിളിച്ചുകൊണ്ട് പോകണം. എല്ലാവരും നിരാശപ്പെട്ട് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. ഈ സമയത്ത് മുറിയിൽ ചെന്നിരുന്ന് കരച്ചിൽ ശ്രുതി. അപ്പോൾ നീ ഇങ്ങനെ കരയല്ലേ, വിഷമിക്കാതിരിക്കുന്നു പറഞ്ഞുകൊണ്ട് ശ്രുതി സമാധാനിപ്പിക്കുക. ആ സമയത്ത് ഓടിക്കതച്ച് ചന്ദ്രമതി നേരെ ഇവരുടെ മുറിയിലേക്ക് ചെന്നു. അമ്മ ഒന്ന് നോക്കി, അമ്മ ഇവള് കരച്ചിൽ നിർത്തുന്നില്ലെന്ന് പറഞ്ഞ് ശ്രുതി പറയുമ്പോൾ മോളെ നീ ഇങ്ങനെ കരയല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഓർത്തിട്ട് സഹിക്കാൻ പറ്റുന്നില്ല ആൻറ്റി എന്ന് പറഞ്ഞാൽ ആൻറ്റിയെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കരച്ചില്ല. ശ്രുതി കരയാതെ മോളെ, ലോയേഴ്സിനെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നല്ലേ നിന്റെ ഇളയച്ചൻ പറഞ്ഞത്, നീ ധൈര്യമായിട്ട് ഇരിക്കുക, നിന്റെ അച്ഛൻ ഉടനെ തന്നെ പുറത്തിറങ്ങാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചന്ദ്രമതി ആശ്വസിപ്പിക്കുന്നു. അതേ ശ്രുതി, അച്ഛൻ പെട്ടെന്ന് തന്നെ ഇറങ്ങുമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രുതിയും പറഞ്ഞു കൊടുക്കുക. അപ്പം നീ കരയാതെ നീ ധൈര്യമായിട്ടിരിക്കും, ഞാനല്ലേ നിന്റെ കൂടെ ഉള്ളതെന്നൊക്കെ പറഞ്ഞ് ശ്രുതി പറയുമ്പോൾ അതേ ശ്രുതി, ഞങ്ങൾ എല്ലാവരും ഇല്ലേ നിന്റെ കൂടെ, നീ ഇങ്ങനെ കരയാതെ എന്നും പറഞ്ഞ് നമ്മുടെ ശ്രുതിയും. അപ്പോൾ ശ്രുതി മോളെ കരയാതെടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രമതി പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതിക്ക് സന്തോഷമായി. എടാ എന്ന് വിളിച്ചല്ലോ. അതോടുകൂടി കരച്ചിലും നിർത്തി ആശാത്തി ഇങ്ങനെ ധൈര്യമായിട്ട് അങ്ങനെ ഇരിക്കുകയാണ് ചിരിച്ചോണ്ട്. ഈ സമയത്ത് നമ്മുടെ സച്ചി അവിടെ നിന്ന് ആലോചിക്കുക. അപ്പോൾ രേവതി വന്നിട്ട് എന്താ ഒരു ആലോചന എന്ന് ചോദിച്ചു. അല്ല, അച്ഛൻ ഫ്ലൈറ്റിൽ കയറിയെന്നാണ് ആ പെണ്ണ് പറഞ്ഞത്, എന്നാൽ അദ്ദേഹം ഇവിടെ എത്തിയതുമില്ല. ഇപ്പം ഇളയച്ചൻ വന്ന് പറയുന്നത് അദ്ദേഹം അവിടുത്തെ ജയിലിലായി എന്ന്. പെട്ടെന്നൊരു ട്വിസ്റ്റ് കയറി സംഭവിച്ചിരിക്കുന്നു. എല്ലാം ഒരു കെട്ടിച്ചമച്ച കഥ പോലെ എനിക്ക് തോന്നുന്നത്. എന്തൊക്കെയോ പന്തികേടുകൾ മണക്കുന്നുണ്ട് രേവതി എന്നിങ്ങനെ പറയുന്ന സച്ചിയോട് എല്ലാത്തിനും സംശയം സച്ചേട്ടന്. ആ ശ്രുതിയെ കാണുമ്പോൾ വിഷമം തോന്നുകയാണെന്ന് രേവതി പറയുവാട്ടോ. പിന്നെ എന്തൊരവസ്ഥ ഇത്, എങ്ങനെ അവളത് സഹിക്കും, അവളുടെ അച്ഛനാ ഇപ്പം ജയിലിൽ കിടക്കുന്നതെന്ന് പറഞ്ഞ് നമ്മുടെ രേവതി ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് പോയി. സച്ചി അവിടെ നിന്ന് ആലോചിച്ച് ഇങ്ങനെ കള്ളത്തരം കണ്ടെത്തണം എന്നുള്ളൊരിതിൽ നിൽക്കുവാണ്. ഈ സമയത്ത് ചന്ദ്രമതി തെക്കു വടക്ക് തേരാപ്പാറ നടക്കുമ്പോഴേക്കും രവിയേട്ടൻ അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ രേവതി ചായയും കൊണ്ട് വരിക. അച്ഛാ കോഫി എന്നും പറഞ്ഞുകൊണ്ട് അച്ഛന് കോഫി കൊടുത്തു. എന്നിട്ട് ചന്ദ്രമതിക്ക് കോഫി കൊടുക്കാൻ തുടങ്ങുക. അമ്മേ കോഫി എന്ന് പറയുമ്പോഴേക്കും നിന്നോട് ഞാൻ കോഫി വേണമെന്ന് പറഞ്ഞായിരുന്നു ഓടിയെന്ന് ചോദിച്ചു. അല്ല, എല്ലാ ദിവസവും ഈ സമയത്ത് കുടിക്കുന്നതല്ലേന്ന് ചോദിച്ചു, അതുകൊണ്ട് കൊണ്ടുവന്നതാ, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അവളുടെ ഒരു കോഫി എന്ന് പറഞ്ഞുകൊണ്ട് അതെടുത്ത് അങ്ങോട്ട് ഒറ്റ ഗ്ലാസും ഇതെല്ലാം കൂടെ എറിഞ്ഞ് ഞങ്ങൾ പൊട്ടിച്ചു. അപ്പോഴത്തേക്കും രവിയേട്ടൻ എന്താ ചന്ദ്രൻ നിനക്ക് പറ്റിയതെന്ന്, അപ്പം നിങ്ങളെല്ലാം പറഞ്ഞില്ലേ എനിക്ക് പറ്റിയതെന്ന് ചോദിച്ചില്ലേ, എനിക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് ചന്ദ്ര അവിടെ കിടന്ന് ഉറഞ്ഞു തുള്ളണു. ഇവരെല്ലാവരും അന്തം വിട്ട് ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.